വരാൻ വേണ്ടി ഇരിക്കുന്ന സന്തോഷമായൊരു മുഹൂർത്തം. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും തിരുത്തലുകളും സ്വയം ആർജിച്ചെടുത്ത് നല്ലൊരു മദ്രസ ലോകത്തിൽ കെട്ടിപ്പടുക്കുവാനും വരും തലമുറയെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ വാർത്തെടുക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ഇരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നിലാണ് ഞാനുള്ളത്. അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കട്ടെ. ഉലമാക്കൾ എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ ഏറ്റവും നല്ല വിഭാഗമായി പരിചയപ്പെടുത്തിയ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു വലിയ ഭാഗ്യമാണ് ദീനിന്റെ പ്രചരണവുമായി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. നമ്മുടെ ആരെയും കഴിവ് കൊണ്ടായിരിക്കില്ല, പഠനം കൊണ്ടായിരിക്കില്ല, ദർസിൽ പോയോണ്ടോ ആയിരിക്കില്ല. ഇതൊക്കെ ചെയ്തവരൊക്കെയും ഇന്ന് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു പക്ഷേ എന്ത് കാരണവും ആയിക്കോട്ടെ ദീനിന്റെ ഹിദ്മത്ത് കൊണ്ട് പല ഭാഗങ്ങളിലും ഉണ്ട്. സൂപ്പർ മാർക്കറ്റുകളായിരുന്നാലും റോഡ് സൈഡിലായിരുന്നാലും കവലകളിലായിരുന്നാലും ബിസിനസ്സിൽ ഏർപ്പെടുമ്പോ ഇപ്പോഴും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനവുമായി ഹിദ്മത്തുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. ഒരുപക്ഷെ ഈ പറയണ പോലെ നമ്മുടെയൊക്കെ സാഹചര്യങ്ങളും സാമൂഹികമായ ഒരു അവസ്ഥയും കൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായ വലിയ ഔന്നത്യത്തിലൊന്നും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിലും ഏറ്റവും വലിയ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. ദക്ഷിണ കേരള ജനത്തുൽ മുഅല്ലിമീന്റെ മുളവൂർ മേഖലയിൽ ഒരു മരണം നടന്നു. ഒരു സിദ്ദീഖ് ബാക്കവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 35 വയസ്സ്. ആ മനുഷ്യൻ ആ മേഖലയിലെ പരീക്ഷാ കൺവീനർ. എപ്പോ ജനറൽ ബോഡി വെച്ചാലും അവിടെ വരുന്നത് വളരെ വൈകിയേ വരുള്ളൂ. ജനറൽ ബോഡിയിലെ പരീക്ഷാ സംബന്ധമായ കണക്കുകളൊക്കെ വായിക്കാനുള്ള ആളായിരുന്നാലും എപ്പോഴും വളരെ വൈകിയാണ് അദ്ദേഹം എത്താറ്. ഓടിപ്പടച്ചു വന്നിട്ട് കണക്ക് വായിക്കലാ ചെയ്യുക. എല്ലാ ജനറൽ ബോഡിയിലും യോഗത്തിലും അദ്ദേഹത്തിന് കൂടെയുള്ള ഉസ്താദുമാർ തമാശ രൂപേണയായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ശാസിക്കാറുണ്ട്. ഇങ്ങനെ പോയാൽ പറ്റൂല, സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് തമാശയും അല്ലാതുമായി പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ കോവിഡിന്റേതായ ആദിപ്രസരത്തിൽ അദ്ദേഹം മരണത്തിന് കീഴൊരുങ്ങുമ്പോഴാണ് ആ വ്യക്തി ആരാണ് എന്ന് ശരിക്കും സമൂഹം തിരിച്ചറിയുന്നത്. ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് നമുക്കറിയാം. പള്ളികളിലും നമ്മളെ പൈസ പറഞ്ഞത് വളരെ ഹക്കാണ്. പള്ളികളിലും മറ്റും എല്ലാത്തിനും നമ്മളുണ്ട്. പിരിക്കാനായിരുന്നാലും ഓടാനായിരുന്നാലും വേദനിക്കാനായിരുന്നാലും എല്ലാത്തിനും നമ്മൾ മുൻനിരയില്ല. പക്ഷേ നമ്മൾ ഒരാളും നിങ്ങൾ ഒരാളോടും ഒരു മാലിനോട് സങ്കടം പറഞ്ഞ് എനിക്കുന്നതുണ്ട് എന്ന് ആരും പറയാറില്ല. അത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഇസ്സത്താണ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഇരിക്കട്ടെ. ആ മനുഷ്യൻ വഫാത്തായി. ആ വഫാത്തിന് ഞാനും കമർജി ഉസ്താദും റിഷാദ് ഉസ്താദും ഒക്കെ പോകുമ്പോഴാണ് ആ മനുഷ്യന്റെ ശരിക്കും 35 വയസ്സുള്ള നമ്മൾ ഒരുപാട് പേരെ വലിയ എന്നൊക്കെ പറയുമ്പോഴും ഈ 35 വയസ്സുള്ളൊരു മനുഷ്യനൊരു വലിയായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കൊക്കെ ഉണ്ടാവുക. ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന റോഡിന്റെ വക്കില് ഒരു ടാർപ്പാള കൊണ്ട് ചുറ്റിയുണ്ടാക്കിയ ഒരു വീടായിരുന്നു ആ മനുഷ്യന്റെ വീട്. പുറം ലോകം അറിഞ്ഞില്ല, മഹല്ലറിഞ്ഞില്ല, കൂട്ടുകാരറിഞ്ഞില്ല, മേഖല അറിഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അഭിമാനം അദ്ദേഹത്തിന് വലുതായിരുന്നു, തീർന്നില്ല. ആ മനുഷ്യൻ എപ്പോ പള്ളി വിട്ട് പുറത്തിറങ്ങോ തിരിച്ചു വന്നാൽ അള്ളാന്റെ പള്ളിയിൽ കയറണമെങ്കിൽ ആ കമ്മിറ്റിക്കാർ പറയണ ഒരു അവിടെ ഉള്ളു നിറഞ്ഞ് പറയുന്ന രംഗം എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ആ മനുഷ്യനൊന്ന് പുറത്ത് ആ കമ്പോളത്തിലോ കടയിലോ പോയി ഒരു സോപ്പ് വാങ്ങാൻ പോയാലും തിരിച്ചു വന്നാൽ പള്ളിയിൽ കയറണമെങ്കിൽ കുളിക്കാതെ പള്ളിയിൽ കയറാത്തൊരു മനുഷ്യൻ. ജനാവത്താരനായിട്ടല്ല, വെറുതെ ഒന്ന് ഇറങ്ങിയാൽ പോലും അള്ളാന്റെ പള്ളിയാണ്. ഉസ്താദ് നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കണേ? ഇത് അള്ളാന്റെ പള്ളിയാ. ഞാൻ എത്ര കാലം എന്റെ റബ്ബിന്റെ ഭവനത്തിൽ കഴിയുമെന്ന് എനിക്കറിയില്ല. ആ ഭവനത്തിനോട് എനിക്കൊരു മാതൃകയുണ്ട്. സുന്നത്തായാലും ഫർളായാലും കറാഹത്തായാലും ഏത് വിഷയം നമ്മൾ ചിന്തിച്ചാൽ ഇതിലൊന്നും പെടാത്ത ഒരു വിഷയം അല്ലാത്ത വന്ന പള്ളിയിൽ കുളിച്ചു കയറാന്നുള്ളത് അല്ലേ?
ഒരുപക്ഷെ നമ്മളെല്ലാം നിസ്സാരമായ കാര്യമായി കരുതുന്ന ഈ കാര്യം വളരെ ഫർദിന്റെ സ്ഥാനത്ത് കൽപ്പിക്കുന്ന അത്രമാത്രം ഗൗരവത്തിലെടുത്തുകൊണ്ട് ആ പരിപാലിക്കുന്ന ഒരു മാന്യത കാണിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ അങ്ങനെയായിരുന്നു. ഒന്നല്ല 10 പ്രാവശ്യം പോകേണ്ടി വന്നാലും അദ്ദേഹം കുളിച്ചല്ലാതെ പള്ളി കയറൂല. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവസാനം യോഗങ്ങളിലുള്ള വിഷയങ്ങൾ അറിയുമ്പോൾ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? അദ്ദേഹം മദ്രസ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകും. 9 വയസ്സായ ഒരു മകന് തളർന്ന് കിടന്ന കിടപ്പില് രണ്ടും കഴിഞ്ഞ് കിടക്കുമ്പോ മദ്രസ കഴിഞ്ഞ് വീട്ടിൽ പോയി ആ മകനെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി കിടത്തി ഭക്ഷണവും കൊടുത്തിട്ട് വീണ്ടും അടുത്ത മദ്രസയിലോ യോഗത്തിനോ വരെ. അതുകൊണ്ടാ താമസിച്ചെന്ന് ഇത് കഴിയുമ്പോഴാ മനസ്സിലാവുന്നത്. ഒരു മനുഷ്യൻ എന്നിട്ടും ഒരാളോടും ഒരു വാക്ക് പറയാതെ സൂക്ഷിക്കാൻ കഴിയൊരു മഹാമനുഷ്യൻ. വഫാത്തിന് മുമ്പ് തന്നെ എല്ലാം മടക്കി ഒതുക്കി കെട്ടിവെച്ച മനുഷ്യൻ മേഖലയ്ക്ക് ഏൽപ്പിച്ചു പോയ ആ പൈസയിൽ ഒരു 154 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ ശുദ്ധി തിരിച്ചറിഞ്ഞ മേഖലാ കമ്മിറ്റി തീരുമാനിച്ചു അതിൽ കുറവ് വരാൻ ഒരു വഴിയുമില്ല. ചില ആളുകൾ പറഞ്ഞു കണക്ക് തെറ്റിപ്പോയതായിരിക്കാം. അപ്പോഴും ചിലർ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യന് കണക്ക് തെറ്റില്ല എന്ന്. വീട്ടുകാർക്കും അറിയില്ല, വീട്ടുകാരോട് ചോദിച്ചു അറിയില്ല. കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ആ മനുഷ്യന്റെ സ്വകാര്യ റൂമിലുള്ളതായ ഒരു മേശയുടെ വലിപ്പ് തുറക്കുമ്പോ 154 രൂപയും ഒരു വെള്ള പേപ്പറിൽ പോയി എന്റെ മേഖലയുടെ വകയാണ് എഴുതി പൊതിഞ്ഞതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് എത്ര സംശുദ്ധമായൊരു ജീവിതം. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ഔലിയാക്കളുണ്ട്. പലപ്പോഴും ഒരുപക്ഷെ അവരൊന്നും പുറത്ത് കാണിക്കില്ല, നമുക്ക് തിരിച്ചറിയാൻ കഴിയാറുമില്ല. നമ്മളൊക്കെ തിരിച്ചറിവുള്ളവരാകും. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. മാലിന്യങ്ങൾ അള്ളാഹു തന്ന മഹാഭാഗ്യമുള്ള ഒരു മഹാഭാഗ്യമുള്ള ഒരു കൂട്ടര. മാലിന്യങ്ങൾ എപ്പോഴും കറക്ഷൻ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടവരാ. എല്ലാ രാജസദസ്സിലും ഒരു പണ്ഡിത സദസ്സുണ്ട്. നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ സദസ്സിലും ഒരു പണ്ഡിത സഭയുണ്ട്. അതിൽ നല്ല വയസ്സുമുറ്റ ഒരു പണ്ഡിത ശ്രേഷ്ഠനുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എല്ലായിടത്തും യുദ്ധം ചെയ്യുന്ന യുദ്ധങ്ങളിലൊക്കെ വിജയിക്കും, എല്ലാം തന്റെ കീഴിലാകും. അങ്ങനെ ഒരു രാജാവിന്റെ ദർബാർ ഒരു സദസ്സ് കൂടുമ്പോ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് അഭിമാനത്തോടെ എല്ലുന്ന അഹങ്കാരത്തോടെ പറഞ്ഞു, എന്നെക്കാളും സമുന്നതനായ രാജാമാരാ, എന്ത് യുദ്ധം നടത്തിയാലും ഞാൻ വിജയിക്കും, എല്ലാം നേടാൻ എനിക്ക് കഴിയുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും കൈയടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി നല്ല വാക്ക് പറഞ്ഞു. രാജാവിന് നല്ല രസമായി. പക്ഷേ ഈ പണ്ഡിത ശ്രേഷ്ഠനായ വയസ്സൻ മാത്രം ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. സദസ്സ് നടങ്ങുമ്പോ പണ്ഡിത ശ്രേഷ്ഠനോട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചോദിച്ചു, അല്ല പണ്ഡിത ശ്രേഷ്ഠ, എല്ലാവരും നല്ല സന്തോഷത്തോടെ കൈയടിക്കുവാണ് ഈ രാജാവിന്റെ നേട്ടം കണ്ടിട്ട്, അവിടെ എന്തേ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആ പണ്ഡിത ശ്രേഷ്ഠൻ മെല്ലെ എഴുന്നേറ്റു. രാജാവ് പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ പറ്റൂല, തല പോവും. രാജാവിന് എതിര് പറഞ്ഞാലും തല പോവും. പലകാലം അങ്ങനെ ഇരിക്കുമ്പോ ഈ പണ്ഡിത ശ്രേഷ്ഠൻ മെല്ലെ എഴുന്നേറ്റിട്ട് പറഞ്ഞ, അല്ല രാജാവ്, അങ്ങ് മഹോന്നതനാണ്. അങ്ങ് ഈ രാജ്യത്തുള്ള സർവ്വതും അങ്ങയുടെ താല്പര്യമില്ല. ആരെ കൊണ്ടും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. ആരെ വേണമെങ്കിലും എപ്പോഴും കൊല്ലാൻ എനിക്ക് കഴിയും. കൊല്ലാൻ മതിക്കണം എപ്പോഴും വേണമെങ്കിലും പോടാന്ന് പോയി തുറന്നു വിടാൻ കഴിയും. അങ്ങയുടെ മുകളിൽ തീരുമാനമെടുക്കാൻ ഒരാളില്ല. നിങ്ങൾ അങ്ങേയറ്റം നല്ലവനും കഴിവുള്ളവരോ. പക്ഷേ രാജാവ് എനിക്ക് അങ്ങയോട് പറയാനുള്ള ഒറ്റക്കാരിയ, അങ്ങയുടെ കീഴിലുള്ളതായ ജനങ്ങളിൽ അങ്ങേക്ക് പല തീരുമാനമുണ്ട് എങ്കിലും പ്രകൃതിപരമായ പല കാര്യങ്ങളിലും അങ്ങേക്ക് തീരുമാനമെടുക്കാൻ കഴിയാറില്ല, കഴിയുകയുമില്ല. അതെന്താ അങ്ങനെ? അതെങ്ങനാണ്? സൂര്യൻ എപ്പോ ഉദിക്കണമെന്ന് അങ്ങേക്ക് പറയാൻ കഴിയില്ല, എപ്പോ അസ്തമിക്കണമെന്ന് അങ്ങേക്ക് ഇടപെടാൻ കഴിയില്ല. മഴ പെയ്യുമ്പോ ഇപ്പൊ വേണ്ടാന്ന് പറയാൻ അങ്ങേക്ക് കഴിയില്ല.
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലിടപെടാൻ അങ്ങേക്ക് കഴിയില്ല എന്ന് ധരിച്ചാൽ അങ്ങ് മഹാനാണ് എന്ന് പറയുമ്പോ ശരിക്കും മറ്റുള്ള പണ്ഡിതന്മാരെല്ലാം പേടിച്ചിട്ട് ഇദ്ദേഹത്തെ കൊല്ലുമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ആ സദസ്സ് വിട്ട് സിംഹാസനം വിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് അത് മനസ്സിലാക്കി വൃദ്ധനായ മനുഷ്യനെ വാരിപ്പുണരുകയാ ചെയ്തത്. എല്ലാവരും കൈകൊട്ടുമ്പോ ഇതുപോലെ ഏറാമൂലികളായി എല്ലാത്തിനെയും ഒപ്പം കൂടുന്ന വിഭാഗമായി എന്ന ഉലമാക്കൾ അകപ്പതിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും അല്ലെങ്കിലും പല ഭാഗത്തും സമ്പത്തിന് വേണ്ടി പിന്നാലെ ഓടുന്നവരായി മാറുന്നുണ്ട് നമ്മൾ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് കേൾക്കുമ്പോ പള്ളി കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള വഴിയായിട്ട് കാണണ്ട. ഇന്ന് ഏറ്റവും വലിയ പിയൂണാകുന്ന ഏറ്റവും താഴ്ന്ന തസ്തികയിലുള്ള ആളുകൾ പോലും 25,000 30,000 വാങ്ങിയിട്ട് മാസത്തിന്റെ അവസാനം വരുമ്പോ ശമ്പളവും വാങ്ങിച്ച് റേഷൻ കടയിലും പലവ്യഞ്ജന കടയിലും പാല് വാങ്ങാനും പൈസ നുള്ളിപ്പിച്ചാൽ എനിക്കറിയാം അങ്ങനെയുള്ള സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ ഉസ്താദിന്റെ വന്ന ഉസ്താദ് 500 രൂപ ശമ്പളം വാങ്ങുമ്പോ തരാന്ന് പറഞ്ഞ് വാങ്ങണേ. ആ ഉസ്താദിന്റെ ശമ്പളം 10,000 രൂപ. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. പക്ഷെ അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു ബറക്കത്തുള്ളവരെ ഉൾപ്പെടുത്തട്ടെ. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് അങ്ങനെ ശമ്പളം കൂടുമ്പോഴും കുറയുമ്പോഴും യൂട്യൂബിന്റെ അതിപ്രസംഗങ്ങളിലും എങ്ങനെ പൈസ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന വിഭാഗങ്ങൾ നമ്മളിലും തലപൊക്കി തുടങ്ങുന്ന ആഹൃസമാന ലോകം വരുമ്പോ പണ്ഡിതന്മാർ പൂർണ്ണമായും ദീനിന് വേണ്ടി വിനിയോഗിക്കുന്നവരാകണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവരട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങളുടെ ഭരണത്തിലേറുമ്പോ ആ ഭരണത്തിലേറുമ്പോ പണ്ഡിത സഭയെ വിളിച്ചു ചേർത്തിട്ട് പണ്ഡിതന്മാരോട് പറയാ, പ്രിയപ്പെട്ട ഉലമാക്കളുടെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടേതായ നേതാവായ മഖ്ബൂൽ തങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. മഖ്ബൂൽ റളിയല്ലാഹു തആല തങ്ങളോട് ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന രാജാവാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തം എന്റെ ശിരസിലേറുമ്പോ ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറഞ്ഞു തരാനുള്ളത്? മഹാനായ മഖ്ബൂൽ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അങ്ങ് ഈ നാടിന്റെ രാജാവ്, ജനങ്ങളെല്ലാം അവിടുത്തെ പ്രജകളാ. അങ്ങയുടെ എല്ലാ നന്മകളും അങ്ങ് എന്തെല്ലാം നന്മ ചെയ്തോ അതെല്ലാം ജനങ്ങൾ അതുവഴി നന്നാവുകയും അവർ സന്തോഷിക്കുകയും ചെയ്യും. അങ്ങെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ ജനങ്ങളും തെറ്റിലേക്ക് പോകും. അത് തിരുത്തി തന്നൊരു ജോലിയാണ് ഈ ഉലമാക്കൾക്കുള്ളത്. എന്നിട്ട് മഖ്ബൂൽ തങ്ങൾ പൂർത്തിയാക്കുകയാണ്, ഈ രാജ്യത്തിന്റെ ഉലമാക്കൾ ആവശ്യത്തിനും അനാവശ്യത്തിനും അങ്ങയുടെ ദർബാറിൽ, രാജാവിന്റെ ദർബാറിൽ, ഗവർണറുടെ ദർബാറിൽ, സമ്പന്നരുടെ വാതിലിന്റെ മുന്നിൽ ചുമ്മാ ഇങ്ങനെ കയറിയിറങ്ങുന്നത് പണ്ഡിത സമൂഹത്തിന്റെ നാശമാണ്. എന്നാലോ രാജാക്കന്മാർ പണ്ഡിതന്മാരെ അന്വേഷിച്ച് വരികയിൽ എത്ര കൂടുതൽ വരുമോ അത്രയും ആ രാജാവിനും നന്മയാണ്, രാജ്യത്തിനും നന്മയാണ്. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എപ്പോഴും സത്യത്തിന് മാത്രം എന്ത് വന്നാലും എന്നിട്ട് പറയുക, അങ്ങ് നന്നായിരുന്നാൽ ഈ ലോകം നന്നാവുമല്ലോ, അങ്ങെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ ഈ ലോകം ദുഷിച്ചു പോകുമല്ലോ. ഈ സമയത്ത് ജനങ്ങൾക്കും അങ്ങേക്കും ഉപദേശം നൽകുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് ഈ ഉലമാക്കൾക്ക് നിർവഹിക്കാനുള്ളത്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. മഖ്സദിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് കഴിവുകളുണ്ട്. സ്വയം വ്യക്തിപരമായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആയിട്ടില്ലേ. മുമ്പ് ഇംഗ്ലീഷിൽ ചൊല്ലുകയാണ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു ബി ഡിഫറെന്റ് എന്ന് കാണാം. ഡോണ്ട് ബി അഫ്രൈഡ് ടു ബി ഡിഫറെന്റ്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ്. കാലത്തിന്റെ കോലത്തിനൊപ്പം നടക്കലാണ് നമുക്ക് ഇഷ്ടം. അവരൊന്നും മാറാതെ ഞാനെങ്ങനെ മാറാം? ഡോണ്ട് ബി അഫ്രൈഡ് ടു ബി ഡിഫറെന്റ്. വ്യത്യസ്തനാകാൻ ഭയക്കേണ്ടതില്ല ആരെയും. വ്യത്യസ്തനാകാൻ ആരും ഭയക്കണ്ട. എപ്പോഴും മറ്റൊരാളിൽ നിന്നും ഒരു നന്മ എന്നിലുണ്ട് എന്ന ഒരു നന്മ കണ്ടാൽ അതിനുവേണ്ടി ആരെന്നോടൊപ്പം ഇല്ലെങ്കിലും അതിനിറങ്ങി തിരക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൊരു ശില്പി എല്ലാ ശില്പങ്ങളും ചെയ്തു വരുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റോഡ് വക്കത്തൂടെ സഞ്ചരിക്കുമ്പോ അദ്ദേഹത്തിൻ്റെതായ കവലയിൽ വലിയൊരു പാറ കണ്ടു. അദ്ദേഹം അതിൽ കുറെ നാളുകളെടുത്ത് കൊത്തി ഒരു ശില്പം തയ്യാർ ചെയ്തു.
ആര് കണ്ടാലും അതിൽ നിൽക്കുന്ന സുന്ദരമായ ഒരു ശില്പം കാണുമ്പോ ജനങ്ങളെല്ലാം തടിച്ചുകൂടിയിട്ട് പറയുവാണ് എന്തൊരു മനോഹരമായ ശില്പമാണ്, ഈ ശില്പി എന്തൊരു കഴിവുറ്റ ആളാണ്, എന്ത് നല്ല മനുഷ്യനാ, ഇതുപോലെ മാഹിറായ ഒരാള്, നിപുണനായ ഒരാൾ ലോകത്തില്ല എന്നെല്ലാം ഇങ്ങനെ പ്രശംസിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ കുറെ ദിവസമായി ആ ശില്പി ഇങ്ങനെ കൊത്തി വരയ്ക്കുമ്പോ ദൂരെയൊന്നും മാറിയുന്ന ഒരു 80 വയസ്സുകാരനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മെല്ലെ അടുത്ത് വന്നിട്ട് ഈ ശില്പിയോട് ചോദിക്കുകയാണ്, അല്ല 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 നിങ്ങൾക്ക് എങ്ങനാ മനസ്സിലായത് ഈ പാറക്കകത്ത് ഇങ്ങനെ ഒരു രൂപമുണ്ട് എന്ന് എങ്ങനാ മനസ്സിലായത്? കുട്ടിയുടെ ചോദ്യം. ഇത്രയും നല്ല മനോഹരമായ രൂപം ഈ പാറയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടായത്, അതെന്ത് എന്ന് എങ്ങനെയാ അങ്ങേക്ക് മനസ്സിലായത്? ആ മനുഷ്യന് ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലായി. മെല്ലെ അടുത്തോട്ട് വിളിച്ചു, മോനെ ഇതിനകത്ത് ഇത്രയും മനോഹരമായ ഒരു ശില്പം ഉണ്ട്, അത് ദൈവം തമ്പുരാനെങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതിന്റെ പിന്നിൽ കാലങ്ങൾ കഴിയുമ്പോ മഴ പെയ്തിട്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അഴുക്കുകളും ചേറുകളും ഒക്കെ പിടിച്ച് അതിങ്ങനെ മോശമായി പോയി. അവസാനം ഞാൻ അതിനെ വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഈ ശില്പത്തിന് മുകളിലുള്ള ആ ചേറുകൾ, ചെളികൾ ഒക്കെ ഞാനിങ്ങനെ എന്റെ ആയുധം കൊണ്ട് ചെത്തി മിനുക്കി വിടുമ്പോ ആ അഴുക്കളൊക്കെ മാറിയപ്പോ സുന്ദരമായ സ്വരൂപം പുറത്തു വന്നു. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്ന് ഗുരു പറയാം. മഖ്സദിലൂടെ എല്ലാം തികഞ്ഞവനാണ് ഞാന് എന്നൊരു തോന്നൽ ശരിക്കും നമ്മളെ നശിപ്പിക്കും. മറിച്ച് ഓരോ ദിവസവും 1ാം ക്ലാസ്സിലെ അൽഹൂബായ പഠിപ്പിക്കാനുള്ള ആയിക്കോട്ടെ, ആ ദിവസം നമ്മുടെ മക്കൾക്ക് ആ കായിക എടുത്ത് നോക്ക്. ഇസ്ലാമിന് എൽമിന് വലിയൊരു ബറക്കത്തുണ്ട്. എല്ലാ ദിവസവും 1ാം ക്ലാസ്സിലെ അൽഹൂബായിലപ്പുറം എന്ത് ചിന്ത നമുക്ക് വരേണ്ട ഒന്നും വരാനില്ല. പക്ഷെ 1-2 മിനിറ്റെങ്കിലും പോകുന്നതിന് മുമ്പ് അതിങ്ങനെ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഉസ്താദുമാരെ മേലൊരു ഫാത്തിഹയൊക്കെ ഓതിയിട്ട് അങ്ങനെയൊക്കെ തുടങ്ങണം. ആ ഫാത്തിഹയൊക്കെ ഓതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അലിയാർ ഉസ്താദിന്റെ ആ പള്ളിയുടെ മുമ്പ് കൂടെ വരുമ്പോൾ സലാം പറഞ്ഞ് ഓഫറത്ത് തേടിയിട്ട് അവർ അള്ളാഹുവിനെയൊക്കെ ദറജയിട്ട് കൊടുക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാരെയും നമ്മുടെ നേതാക്കളെയും ഉസ്താദുമാരെയും എപ്പോഴും ഓർക്കുന്നവരാകണം. KP ഉസ്താദ് അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. ആ ഗുരുത്വം വരിക, ആ പൊരുത്തത്തോടെ കായികം എടുത്ത് വെച്ചിട്ട് ഇന്ന് ഞാൻ എന്റെ മക്കൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുക? നമ്മൾ എന്നും ചെല്ലുമ്പോ ഒരു വടി പഠിച്ചിടാ എന്ന് പറയുന്നതിനും അപ്പുറം മക്കളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശീലമുണ്ടല്ലോ. എന്റെ ഓർമ്മ ശരിയല്ല, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും അല്ലാഹുവിന്റെ റസൂലും ഒട്ടകത്തിന്റെ ഫ്രണ്ടും ബേക്കിലായിട്ട് ഇങ്ങനെ പോകുമ്പോ ആ കുട്ടിയോട് ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയാണ് യാ ബുനയ്യ യാ ഗുലാം എന്നും കാണാം, മോനെ എന്ന് വിളിച്ചാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. കുട്ടിയോട് സമീപിക്കേണ്ട ഏറ്റവും നല്ല ഉദാത്തമായ ഒരു മാതൃക ഏറ്റവും നല്ല അധ്യാപകനായ ആദ്യത്തെ മുഅല്ലിമായൊരു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ മക്കളോട് ഒരു കഥയെങ്കിലും ഒരു തമാശയെങ്കിലും അവർക്ക് രസിക്കാൻ ആ സദസ്സിനോട് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സമയം നിങ്ങളോടൊന്ന് ചേരാൻ കഴിയുന്ന ഒരാളായി മാറാനാണ് മഖ്സദ് ഇവിടെ വന്നത്. ഈ അടുത്തൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ വായിക്കേണ്ടായി. ഒരു സ്കൂളിലെ കുട്ടി, ആ സ്കൂളിലെ കണക്ക് അധ്യാപികയായ സുമതി സാർ എന്ന് പറഞ്ഞ സുമതി ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറോട് ഒരു ദിവസം ഞാൻ ചോദിക്കുക, ടീച്ചറെ ഞാൻ നിങ്ങളെ അമ്മേ എന്ന് വിളിച്ചോട്ടെ എന്ന്. അമ്മേ എന്ന് വിളിച്ചോട്ടെ എന്ന് ടീച്ചർ ആ കുട്ടി ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുമ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി പ്രസിഡന്റ് പറയാം, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതാ, ഏത് കുട്ടിയെ ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മഖ്സദിലൂടെ കഴിഞ്ഞുവെന്ന് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. മഖ്സദിനെ ഇനിയും ഒരുപാട് പേരുകളിൽ അള്ളാഹു എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ കുട്ടി പറയാണ്, എന്റെ അമ്മ മരിച്ചുപോയി കുറെ കാലമായി,
പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോ എന്റെ അമ്മയുടെ സ്നേഹത്തോടെ ഇടയ്ക്ക് ടീച്ചറിനെ നടക്കുമ്പോ എന്റെ തലയിലൊന്ന് തലോടുമല്ലോ. ചിലപ്പോൾ നടക്കുമ്പോ എന്തെങ്കിലും ഇങ്ങനെ ബോർഡിൽ കുറിച്ചിട്ട് പറഞ്ഞു നടക്കുമ്പോ എന്റെ പുറത്തൂടെ ഒന്ന് തട്ടിപ്പോകുമല്ലോ. താമസിച്ച് വന്നാൽ എന്താ താമസിച്ചത്, ഇനി താമസിക്കില്ലേ മോളെ എന്ന് സ്നേഹത്തോടെ പറയുള്ളൂ. ഇതെല്ലാം എന്റെ അമ്മയായിട്ട് എനിക്ക് തോന്നി. ആ സ്നേഹവും വാത്സല്യവും ലാളനയും. അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ മുന്നിൽ വരുന്ന മക്കൾ എത്ര പേര് നമ്മളെ കുറിച്ച് ആ ഒരു വൈകാരികമായ രംഗമുണ്ടാകും. വൈകുന്നേരം അകന്ന് എനിക്ക് പോകണം, ഉസ്താദ് വരും പള്ളിയിൽ, ഇന്ന് കല്യാണം മുടക്കി വരുന്ന എത്ര മക്കൾ നമ്മളെ ക്ലാസ്സിലുണ്ടാകും. നമ്മൾ ചിന്തിക്കും. അത്തരം മാതൃകാ മക്കളെ വാർത്തെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവന്റെ ഉഖറവിയായ ഉലമാക്കളിലും മുഅല്ലിമീങ്ങളിലും പെടാൻ ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട കടക്കൽ ഉസ്താദ് സുഖമില്ലാതെ കിടക്കുക. അള്ളാഹു ഈ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മഹാമനുഷ്യയുടെ ജീവിതത്തിന്റെ സ്പന്ദനങ്ങളാണ്. ഇന്ന് ബോധം പോലുമില്ലാതെ ഐസിയുവിൽ കിടക്കുന്നൊരവസ്ഥയാണ്. അള്ളാഹു റഹ്മാനെ ശമനം കൊടുക്കട്ടെ. രണ്ട് വാക്ക് ദുആ ചെയ്തോട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനഹറബേ അല്ലാഹുവേ, നിങ്ങളുടെ മൻമറഞ്ഞു പോയ സർവ്വ ഗുരുനാഥന്മാർ സർവ്വ അഹ്ലി സുന്നയുടെ ഇമാമികൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ദറജാത്തുകൾ ഏറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നദറ് കൊണ്ട് നസ്റ് കൊണ്ട് ഞങ്ങളിലേക്ക് വലിയ ഹൗല് പ്രദാനം ചെയ്യുന്നു അല്ലാഹ്. ഇരിക്കുന്ന കബറിലെ സഹക്ക് ഒരുപാട് രോഗങ്ങളാണ്. നമ്മളൊക്കെ കാണേണ്ട ചെറുപ്പമാണെങ്കിലും വലിയ രോഗങ്ങൾ അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന അടക്കമുള്ള നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളുടെ പ്രയാസങ്ങൾ തട്ടിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണം അല്ലാഹ്. കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാഹ്. ഇരിക്കുന്ന മുഅല്ലിമീങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഖൈറ് നൽകണം അല്ലാഹ്. ബറക്കത്തും റാഹത്തും നൽകണം അല്ലാഹ്. 5 പൈസയാണ് കിട്ടുന്നതെങ്കിലും അതിന് വലിയ ബറക്കത്ത് നിറച്ചു തരണം അല്ലാഹ്. നല്ല മനസ്സിലുടമകളാക്കണം അല്ലാഹ്. ഇന്ന് മരണപ്പെട്ടുപോയ എല്ലാ മേഖലയിലുമുള്ള എത്രയോ മുഅല്ലിമീങ്ങളുണ്ട്. ഉലമാക്കളുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനേ. പ്രത്യേകിച്ച് അവിടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കടക്കിൽ സാഹിബ് രോഗമല്ല, നീ അറിയാതെ ഒരാളും രോഗിയാകൂലല്ല റബ്ബേ. അവിടെ തൂക്കിപ്പോകുമ്പോൾ ശമനം നൽകണമല്ല, അത്ഭുതമായ ശമനം നൽകണമല്ല. ആ ചേർന്ന് വട്ടത്തിൽ ഭാഗ്യം മടക്കി തരണമല്ല. അവിടുത്തെ അത്ഭുതം കാണിക്കണമല്ല. മാക്കളുടെ മാലിന്യങ്ങളെ അവിടെയൊക്കെ പോലും നിങ്ങൾ ജീവിക്കുന്ന കാലം ദക്ഷിണയിലേറെ നമാത്തിന്റെ ഐസത്തുള്ള ആദർശിക്കുന്നുണ്ട്. മരിക്കുന്നവരെ കൊല്ലപ്പെന്താട് മടങ്ങിയിരിക്കുന്ന ഭാരതന്മാരായ ഇടപെടൽ എപ്പോഴും ലഭിക്കുന്ന മഹാഭാഗ്യത്തിൽ നിങ്ങളെ ചേർക്കണോ റഹ്മാനേ. ഈ മക്സദിനെ നിലനിർത്തണമല്ല. ഇതിലൂടെ ശില്പമായി മാറിയ നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് പ്രവർത്തനത്തിൽ മദ്രസയിൽ അവരുടെ അധ്യാപനത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള തൗഫീഖ് കൊടുക്കണമല്ല. ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ എല്ലാ ഉമറാക്കൾക്കും മുഅല്ലിമീങ്ങളെ ആദരിക്കാനുള്ള ഈമാനികമായ ആർജവം നൽകണേ തമ്പുരാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.